നീറ്റ് 2024 ഉന്നത വിജയം ലഭിച്ച ബ്രില്യൻ്റെ അഭിമാനമായി മാറിയ നമുക്കൊരു കൊച്ചുമിടിക്കെ പരിചയപ്പെടാം. ഹായ്, ഞാൻ ഐഷ നസ്രിൻ. ഞാൻ ബ്രില്യനിലെ എ ബ്ലോക്കിലെ Q41 ബാച്ചിലായിരുന്നു പഠിച്ചത്. എന്തായിരുന്നു ഫസ്റ്റ് റിസൾട്ട് അറിഞ്ഞപ്പോൾ ഉള്ളൊരു റിയാക്ഷൻ എന്തായിരുന്നു? റിസൾട്ട് അറിഞ്ഞപ്പോൾ നല്ല സന്തോഷമുണ്ടായിരുന്നു. ഇത്രയും അച്ചീവ് ചെയ്യാൻ പറ്റിയത് തന്നെ നല്ല ഇത്രയും പഠിച്ചതിന് റിസൾട്ട് കിട്ടി എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു. റാങ്ക് അറിഞ്ഞപ്പം ഒരിത്തിരി സർപ്രൈസ്ഡ് ആയിരുന്നു. ബട്ട് സ്റ്റിൽ മാർക്ക് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ റിസൾട്ട് കിട്ടി എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു. മോൻ എവിടെയാണ് മുൻപ് പഠിച്ചിരുന്നതൊക്കെ? ഞാനിവിടെ കായംകുളത്ത് ഏഞ്ചൽസ് ആർട്സ് സീനിയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. +1 +2 അവിടെ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്തത്. സ്കൂളിംഗ് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ആയിരുന്നു ബ്രില്യൻ്റെ ഈ ഒരു ഇതിലേക്ക്? അതോ 10th കഴിഞ്ഞ് ഞാൻ ലോങ് ടേം ആയിരുന്നു, +1 +2 ലോങ് ടേം ഓൺലൈനിലായിട്ട് തന്നെയായിരുന്നു പഠിച്ചിരുന്നത്. അതിനുശേഷം ആണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി വന്നത്. എപ്പോഴാണ് MBBS എന്നുള്ളൊരു ഡ്രീം അതെപ്പോഴാണ് മനസ്സിലേക്ക് വന്നത്? 9th 10th ഈ ക്ലാസ്സിലേക്ക് ആകുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലെ ആഗ്രഹം ഉണ്ടായിരുന്നു. +1 +2 പഠിച്ച് ഡോക്ടർ ആവണം എന്നുള്ള ആഗ്രഹം 9th 10th ആയപ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ മുതലുള്ള ആഗ്രഹം. അതിനുവേണ്ടി എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ആ സമയം മുതൽ മോൻ എടുക്കാൻ തുടങ്ങിയത്? അന്നേരം മുതൽ തന്നെ NCERT സ്ട്രിക്റ്റായി നല്ലോണം 10th കഴിയുമ്പോൾ തന്നെ +1 +2 NCERT ഫോക്കസ് ചെയ്ത് ന്യൂമറിക്കൽസ് പ്രീവിയസ് ഇയേഴ്സ് ഒക്കെ ചെയ്ത് ബോർഡ് എക്സാം ആയിരുന്ന ടൈമിലും നല്ലോണം ന്യൂമറിക്കൽസും പ്രീവിയസ് ഇയേഴ്സ് ഒക്കെ നോക്കി ക്ലിയർ ആയിട്ട് തന്നെയായിരുന്നു ചെയ്തു പോയിരുന്നത്. ലോങ് ടേം ആയിരുന്നതുകൊണ്ട് തന്നെ ക്ലിയർ ഗൈഡൻസ് അപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. ബ്രില്യൻ്റെ ക്ലാസ്സസ് ആയാലും അന്നേരം ക്ലിയർ ആയിട്ട് ഗൈഡൻസ് ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഒരു സ്റ്റഡി സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ എന്തൊക്കെ ഒരു പ്ലാൻ ചെയ്തിട്ടാണ് പോയത്? ഫിസിക്സിൻ്റെ കേസിൽ പ്രീവിയസ് ഇയേഴ്സ് ആയിരുന്നു. ഞാൻ വീക്ക്ലി എക്സാം റിപ്പീറ്റ് ചെയ്ത ടൈമിൽ വീക്ക്ലി എക്സാം ആയിരുന്നപ്പോൾ തന്നെ പ്രീവിയസ് ഇയേഴ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുമായിരുന്നു. കുറേ പ്രീവിയസ് ഇയേഴ്സ് ചെയ്യുമായിരുന്നു കോൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടി. കെമിസ്ട്രിയും അതുപോലെ തന്നെ ഇനോർഗാനിക് കെമിസ്ട്രി ആണെങ്കിൽ ടെക്സ്റ്റ് അതുപോലെ വായിക്കും, ഓർഗാനിക് റിയാക്ഷൻസ് അതുപോലെ വായിച്ചും. ഫിസിക്കൽ കെമിസ്ട്രി ആണെങ്കിൽ ന്യൂമറിക്കൽസ് പ്രീവിയസ് ഇയേഴ്സ് നല്ലോണം ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിച്ചത്. ബയോളജി NCERT നല്ലോണം വായിക്കുമായിരുന്നു. കുറേ 2-3 പ്രാവശ്യം തന്നെ വീക്ക്ലി എക്സാമിന് മുമ്പ് വായിച്ച് ക്ലിയർ ആക്കി എല്ലാം മെമ്മറൈസ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. ടഫായിട്ട് തോന്നിയിട്ടുണ്ടോ ഈ ഒരു ജേർണി? ഞാൻ വീട്ടിൽ റിപ്പീറ്റ് ചെയ്ത ടൈമിൽ വീട്ടിൽ നിന്ന് ആദ്യമായിട്ടായിരുന്നു മാറിയിരിക്കുന്നത്. അപ്പം വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് മാറിയിരിക്കുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഒരു വിഷമമൊക്കെ ആദ്യത്തെ കുറേ നാളുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഹോസ്റ്റലായിട്ട് അഡ്ജസ്റ്റ് ആയി, കുഴപ്പമില്ല. പിന്നെ കുഴപ്പമില്ല. ഏതായിരുന്നു മോൻ്റെ ഒരു ഫേവറേറ്റ് സബ്ജക്റ്റായിട്ട് ഫീൽ ചെയ്തത്? എനിക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പം സ്കോർ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പം ഫിസിക്സ് ആയിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും കോൺസെപ്റ്റ് ക്ലിയറായി പഠിച്ചു കഴിഞ്ഞ് കുറേ ന്യൂമറിക്കൽസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഫിസിക്സ് ആയിരുന്നു കുറച്ചുകൂടി എളുപ്പം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ബയോളജി ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ബയോളജി സുവോളജി കുഴപ്പമില്ലായിരുന്നു. സുവോളജി പഠിച്ചെടുക്കാൻ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ബോട്ടണി കുറച്ചുകൂടി ടഫായിരുന്നു എനിക്ക്. ബ്രില്യനിലെ കോച്ചിങ് എങ്ങനെയാണ് മോളെ ഹെൽപ്പ് ചെയ്തത്? ആ ഒരു നമ്മുടെ ഒരു മോട്ടിവേഷൻ തന്നതും അതൊക്കെ എങ്ങനെയായിരുന്നു? ബ്രില്യനിലെ ജേർണി എന്ന് പറയുമ്പം ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ക്ലാസ് ടീച്ചറിനെയാണ് പറയുന്നത്. മനസ്സാർ ആദ്യം വേറൊരു മിസ്സായിരുന്നു, ആർദ്ര മിസ്സായിരുന്നു, പിന്നെ മനസ്സാറായിരുന്നു. രണ്ടുപേരും ഈക്വലി എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പം മാർക്ക് കുറഞ്ഞാലും അതിനൊക്കെ ഡൗൺ ആയി പോവാതെ കൃത്യമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഇവർ രണ്ടുപേരാണ്. പിന്നെ ഡയറക്ടർ ജോർജ് സാർ എപ്പോൾ ക്ലാസ്സിൽ വന്നാലും റാങ്ക് അനൗൺസ് ചെയ്യാൻ വന്നാലും എപ്പോഴും നമ്മളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു. ഒരിക്കലും അങ്ങനെ മാർക്ക് കുറവൊരു വിഷമം ഒന്നും തോന്നിപ്പിക്കത്തില്ലായിരുന്നു. സാർ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്ത് ഇത് നന്നായി തന്നെ വരും എന്നുള്ള രീതിയിൽ അഷ്യൂർ ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നു സാറ്. പിന്നെ പ്രൊഫസേഴ്സ് നമുക്ക് എപ്പോഴും പ്രൊഫസേഴ്സ് റൂമിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴും ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. ക്ലാസ് റൂമിലാണെങ്കിൽ തന്നെ പ്രൊഫസേഴ്സ് റൂമിലാണെങ്കിൽ തന്നെ എപ്പോഴും ഡൗട്ട് നല്ലോണം ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. അതും ഹോസ്റ്റലിലെ വാർഡൻ എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. എപ്പോഴും അവർ അഷ്യൂർ ചെയ്തുകൊണ്ട് വന്നിരുന്നു ഈ ജേർണി എങ്ങനെ പോയാലും ഫൈനലി നമ്മൾ ഹാപ്പി ആയിരിക്കും, നമ്മൾ സക്സസ് അച്ചീവ് ചെയ്തിരിക്കുമെന്ന് ഓബ്വിയസ് അഷ്യൂർ ചെയ്ത് തന്നിരുന്നു. പിന്നെ ഇ ലേൺ ആപ്പിലും നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അതിൽ ക്വസ്റ്റ്യൻ ക്ലിയർ ചെയ്യാനുള്ള ഡിസ്കഷൻ ഉണ്ട്, പിന്നെ വീഡിയോസ് ഉണ്ട്, ഷോർട്ട് വീഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് എളുപ്പം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പെട്ടെന്ന് നോക്കി അതെല്ലാം ക്ലിയർ ചെയ്ത് പെട്ടെന്നൊരു ഡൗട്ടാണെങ്കിൽ തന്നെ അത് പെട്ടെന്ന് ക്ലിയർ ചെയ്ത് കോൺസെപ്റ്റ് ക്ലിയർ ആക്കി മുമ്പോട്ട് പോകാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ബ്രില്യൻ്റെ ഫെസിലിറ്റി എപ്പോഴും നമ്മൾ അഷ്യൂർ ചെയ്ത് നമുക്ക് നല്ലത് തന്നെയായിരുന്നു. നമ്മൾ കൃത്യമായി മോൾഡ് ചെയ്ത് നമ്മുടെ ഡ്രീമിലേക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ല ഫെസിലിറ്റീസ് തന്നെയാണ് ബ്രില്യനിലേക്കുള്ളത്. മോൻ ബ്രില്യനെ കുറിച്ച് പറഞ്ഞപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന മറ്റൊന്നാണല്ലേ അവിടുത്തെ മോഡൽ എക്സാംസ്. അതെങ്ങനെയൊക്കെ ആയിരുന്നു? മോഡൽ എക്സാംസ് എന്നെ ഫൈനൽ എക്സാം വരെ എത്തി നല്ലോണം കോൺസെപ്റ്റ് ക്ലിയർ ആക്കി ഫൈനൽ എക്സാമിന് നല്ലൊരു മാർക്ക് കരസ്ഥമാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ മോൾഡ് ചെയ്തെടുത്തത് മോഡൽ എക്സാം ആയിരുന്നു. കുറച്ച് മാർക്ക് കുറഞ്ഞാലും അതിനും പുതിയതായിട്ട് കാര്യങ്ങൾ പഠിച്ച് കൂടുതലുണ്ടെങ്കിലും അതിനെ സാറ്റിസ്ഫൈ ചെയ്ത് എടുത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല, അതിന് അടുത്ത പ്രാവശ്യം ശരിയാക്കാം എന്നുള്ള രീതിയിലാക്കി. മോഡൽ എക്സാം പലതരം ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുന്നതാണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കണ്ട് കഴിയുമ്പോഴത്തേനും ഫൈനൽ എക്സാം ആകുമ്പോഴത്തേനും നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം ക്ലിയർ ആയി തന്നെ പോകും. മോഡൽ എക്സാം കാരണമാണ് മെയിൻ റീസൺ ഫൈനൽ എക്സാം നല്ലൊരു മാർക്ക് എത്താൻ മോഡൽ എക്സാം ഒരു കാരണം തന്നെയാണ്.
ആ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ്, ആ പാറ്റേൺസ് എല്ലാം. നീറ്റ് എക്സാം ഹാളിൽ അന്ന് കയറിയപ്പോൾ എന്തൊക്കെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ, അല്ലെങ്കിൽ മോനെ എങ്ങനെയാണ് ആദ്യം എന്ത് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചെയ്യാൻ തുടങ്ങിയത്? ഫിസിക്സ് ആയിരുന്നു അറ്റംപ്റ്റ് ചെയ്തത്? ഞാൻ ഫസ്റ്റ് മുതലേ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോ ഇതായിരുന്നു ഫോളോ ചെയ്യുന്നത്. ഇടയ്ക്ക് ഞാനൊന്ന് മാറ്റാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് എപ്പോഴും ടൈം കുറവാണ് എന്നുള്ളൊരു ചിന്ത വന്നു. ബയോളജി ഫസ്റ്റ് എഴുതി കഴിഞ്ഞാൽ ഏതെങ്കിലും എഴുതാൻ വേണ്ടി ടൈം കുറയോ എന്നുള്ള പേരുകൊണ്ട് നോർമലി ചെയ്യുന്ന പോലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോ തന്നെയായിരുന്നു ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എക്സാം ഹാളിൽ ഇരിക്കുമ്പം ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു. ബട്ട് ഫിസിക്സ് കുറച്ച് ലെങ്തി ആയി പോയതുപോലെ തോന്നിയിട്ട് കുറച്ച് ടൈമിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ എല്ലാം കറക്റ്റായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റിയ അവസാനം. MBBS കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത എന്താണ് ആഗ്രഹം? അടുത്തത് PGക്ക് പോകണം, PG എടുക്കണം. പിന്നെ അത് കഴിഞ്ഞ് ഒരാഗ്രഹമുള്ളത് IAS എടുക്കുക എന്നുള്ളതാണ്. എന്നാണ്. എന്താണ് നമ്മുടെ ഇനി 2025 എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിനോട് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കാനുള്ളത് അവരോട്? ശരിക്കും NCERT ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കണം. കറക്റ്റ് ഇക്വേഷൻസ് ഒക്കെ കൃത്യമായിട്ട് പഠിക്കുക. അതിൽ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യമേ തന്നെ ക്ലിയർ ചെയ്യുക. ബയോളജി ക്ലിയർലി NCERT നോക്കി തന്നെ പഠിക്കുക. പ്രീവിയസ് ഇയേഴ്സ് ഒക്കെ ചെയ്ത് പഠിക്കുക. കോൺസെപ്റ്റൊക്കെ ആദ്യമേ ക്ലിയർ ആക്കുക. പിന്നെ ടെൻഷൻ അടിക്കാതിരിക്കുക. മാർക്ക് ജസ്റ്റ് ഒന്ന് കുറഞ്ഞു പോയാൽ അതിൻ്റെ പേരിൽ ടെൻഷൻ അടിക്കാതിരിക്കുക. എനിക്ക് ഇടയ്ക്ക് അത് ഉണ്ടാവുമായിരുന്നു. പെട്ടെന്ന് ടെൻഷനായി മാർക്ക് പോകുമായിരുന്നു എക്സാമുകളിൽ ഇരുന്ന് തന്നെ. പക്ഷേ അങ്ങനെ ടെൻഷനായി കഴിഞ്ഞാൽ കൂടുതൽ മാർക്ക് കുറയുള്ളൂ. അപ്പം നമ്മൾ മാക്സിമം ടെൻഷൻ അടിക്കാതെ നമ്മളെ തന്നെ വിശ്വസിച്ച് മുമ്പോട്ട് പോകാൻ നോക്കുക. മകളുടെ ഒരു വിജയം പറഞ്ഞപ്പോൾ സാറിന് എന്താണ് തോന്നിയത്? കുറച്ചൊക്കെ ഒരു പ്രതീക്ഷിച്ചതായിരുന്നു. ബിക്കോസ് അവൾ ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ റെഗുലറായിട്ട് എഴുതിയപ്പോൾ തന്നെ 575 മാർക്കുണ്ടായിരുന്നു. അത് തന്നെ ബ്രില്യൻറ്റിലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ +1 +2 ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് തന്നെ പോയിരുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം ആ 575 വന്നപ്പോൾ അപ്പോൾ ബ്രില്യൻറ്റിൽ സ്കോളർഷിപ്പോടുകൂടിയാണ് പഠിച്ചത്. ഇനി ഹോസ്റ്റൽ ഫീസ് മാത്രമേ വേണ്ടി വന്നുള്ളൂ. അപ്പോൾ ഒരു റിസൾട്ട് ബെറ്റർ, ഒരു നല്ല റിസൾട്ടിലെത്തും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ആഗ്രഹം ആൾ പറഞ്ഞപ്പോഴേക്കും എന്തുകൊണ്ടായിരുന്നു ബ്രില്യൻറ്റിലേക്ക് വിടാമെന്ന് ചൂസ് ചെയ്യാൻ കാരണം എന്തായിരുന്നു? ബിക്കോസ് കേരളത്തിലെ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അത് തന്നെയാണെന്ന് നമുക്ക് അറിയാം. കാര്യം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ എൻട്രൻസ് എക്സാമിനേഷൻ്റെ കോച്ചിങ് രംഗത്ത് ഏറ്റവും മികച്ച പെർഫോമൻസ് എപ്പോഴും ബ്രില്യൻറ്റ് തന്നെയാണെന്നുള്ളത് അറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് 10th കഴിഞ്ഞപ്പോൾ തന്നെ ബ്രില്യൻറ്റിൻ്റെ പ്ലാറ്റ്ഫോം തന്നെ ചൂസ് ചെയ്തത്. എങ്ങനെയായിരുന്നു ആളുടെ ചെറുപ്പം മുതലൊക്കെ ഉള്ളൊരു പഠനം? കാമായിട്ട് പഠിച്ചോളും. അങ്ങനെ ഒരു ഞങ്ങൾ ഒന്നും പ്രഷർ ചെയ്യേണ്ടിയൊന്നും വന്നിട്ടില്ല അവളെ പഠിത്ത കാര്യത്തിലോ ഒന്നും. ഈവൻ പിന്നെ 10th ആയപ്പോൾ 10th കോവിഡ് ബാച്ചായിരുന്നു. 12th ആയപ്പോഴും ചെറുപ്പകാലം തൊട്ടേയും അങ്ങനെ ഒന്ന് പ്രഷർ ചെയ്യേണ്ടി വന്നില്ല. ഈവൻ ട്യൂഷൻസ് ഒന്നും വേണ്ടി വന്നിട്ടില്ല. 12th തന്നെ ലാസ്റ്റ് മാത്സിന് ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടി വന്നു. അത്രേ ഉള്ളൂ. ഒരു ട്യൂഷൻ സപ്പോർട്ട് മാത്രമേ വേണ്ടി വന്നുള്ളൂ. ബാക്കിയൊക്കെ സെൽഫ് ലേണിംഗ് ആണ്. ആൾ കൂടുതലും സെൽഫ് ലേണിംഗ് ആണ്. ഹയർ സെക്കൻഡറി ക്ലാസ് മുതൽ ബ്രില്യൻറ്റിൻ്റെ ഒപ്പം സഞ്ചരിച്ച് ഇപ്പോൾ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്ന ഐഷ നസ്രിന് എല്ലാവിധ ആശംസകളും ബ്രില്യൻറ്റ് ഫാമിലി നേരുകയാണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.